ആലീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഡോക്ടർ ഇല്ലേ? ഓ, നല്ല വിശേഷം. ഇച്ചാനെ നല്ല തിരക്കില. എന്തെങ്കിലും അത്യാവശ്യം കാര്യമുണ്ടോ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഓ ശരി. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. എന്താ ഡോക്ടറെ കാര്യം? പഞ്ചായത്ത് ഓഫീസിലേക്ക് കുറച്ച് പേപ്പേഴ്സ് കൊടുത്തയക്കാനുണ്ടായിരുന്നേ. ഞാൻ പവിത്രന്റെ അടുത്ത് കൊടുത്തു വിടാന്ന് വിചാരിച്ചു. അവനെ 2-3 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഫയൽ എന്റെ അടുത്തുണ്ട്. ഞാൻ ബൈ ഹാൻഡ് അങ്ങ് തരട്ടെ? എന്റെ കയ്യിൽ തന്നാ മതി ഡോക്ടറെ, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോ കൊടുത്തേക്കാം. ഓ താങ്ക്സ് കേട്ടോ. ആ ഫയൽ എന്റെ അടുത്തുണ്ട്, ഞാൻ അത് എടുത്തിട്ട് വരാവേ. അവിടെ നിക്ക്. ഇച്ചാനെ പോകാൻ ഇറങ്ങുമ്പോ അങ്ങോട്ട് കൊണ്ട് തരും. ഇപ്പൊ നല്ല തിരക്കിൽ നിക്കല്ലേ? അതെ, ഇനി ഇച്ചായൻ തിരക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ട് തരാം. അത് മതി. ശരി ശരി, വാ ഇച്ചായ, വാ. ഇവിടെ ഇവിടെ തന്നെ ഇരിക്കുന്നു. ശരിക്കും നിങ്ങളുടെ അസുഖം എന്താ അസുഖം? ഞാനൊരു കാര്യം പറയാൻ വന്നപ്പം ഇച്ചായന് ഭയങ്കര തിരക്കായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഒരു അക്ഷരമെങ്കിലും ഇച്ചായൻ കേട്ടാ? പുറത്ത് ഉണ്ണിയാർച്ചയുടെ ശബ്ദം കേട്ടപ്പോ ചാടി പുറത്ത് വന്ന്. ഇതൊന്നാമത്തെ കാര്യം. ഉണ്ണിയാർച്ചയുടെ ശബ്ദം കേട്ടിട്ട് വന്നതൊന്നുമല്ല. കുറെ നേരമായിട്ട് ഇവിടെ ഇരുന്ന് മുഷിഞ്ഞപ്പോ ഒന്ന് ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി വിളി വന്നു. അയ്യോ, അത് വല്ലാത്തൊരു ഫ്രഷ് എയർ ആയി പോയി. എങ്ങോട്ട് നോക്ക്. ഇനി രണ്ടാമത്തെ കാര്യം, ഇച്ചാന്റെ ജോലി എന്തുവാ? എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഇല്ല. വെറ്റിനറി ഡോക്ടർ ആണല്ലോ. ഒരു വെറ്റിനറി ഡോക്ടർക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഒരു പേപ്പർ കൊടുക്കണമെങ്കിൽ എന്തിനാ പഞ്ചായത്ത് മെമ്പറുടെ സഹായം? നീ ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ മതിലിന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അവർ എല്ലാ ദിവസവും പഞ്ചായത്ത് ഓഫീസിൽ പോവുകയും ചെയ്യും. പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കാനുള്ള ഒരു പേപ്പർ എന്റെ കയ്യിലുണ്ട്. എല്ലാ ദിവസവും പഞ്ചായത്ത് ഓഫീസിൽ പോകുന്ന പഞ്ചായത്ത് മെമ്പറിന്റെ ഈ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ എത്തുകയും ചെയ്യും. അത് ശരിയാവത്തില്ല, അത്രേ ഉള്ളു. എന്താ? എന്റെ പൊന്നു കർത്താവേ, ഇവിടെ വന്ന കാലം തൊട്ട് ഞാൻ ഇച്ചായനോട് പറയുന്നുണ്ട് അവരുടെ സ്വഭാവം ശരിയല്ല എന്ന്. ഇച്ചായ ഇപ്പൊ ഒരു സഹായം ചെയ്തു തന്നിട്ട് ഇവർ ഈ നാട് നീളെ വിളിച്ചു കൂവി നടക്കും. പറഞ്ഞോട്ടെ. അത് തന്നെയല്ലേ ഇച്ചായ? ആ പേരില് ലോകം കൂടാൻ വരികയും ചെയ്യും. ആ മതിലിൽ തൂങ്ങിക്കിടന്ന് ഉണ്ട കണ്ണും ചാടിച്ച് എന്തായിരിക്കും എന്നറിയോ ചോദിക്കുന്നത്? അയ്യോ ഡോക്ടർക്ക് ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ എന്തെങ്കിലും പേപ്പർ കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഭാവന ഭയങ്കരം തന്നെ കേട്ടോ. നീ നോവലോ കഥ എഴുതിയാലുണ്ടല്ലോ ബെസ്റ്റ് സെല്ലറായി. ഞാനൊരു നോവൽ എഴുതേണ്ടി വരും. പക്ഷേ അത് ഇച്ചായം വിചാരിക്കുന്ന പോലത്തെ ഒരു കഥയായിരിക്കത്തില്ല. പിന്നെ എങ്ങനെയുള്ള കഥയായിരിക്കും? ഒരു കൊലപാതകത്തിന്റെ കഥ. സ്വന്തം ഭർത്താവിനെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്ന അയൽവക്കക്കാരിയെ വെട്ടി പീസാക്കി പട്ടിക്കെറിഞ്ഞു കൊടുക്കുന്ന ഒരു പെണ്ണിന്റെ കഥ. ആത്മകഥയാ? ആ കഥ എന്നെ കൊണ്ട് എഴുതിക്കല്ലേ.